നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഴിക്കടവ് ആനമറയിൽ കാട്ടാന ശല്യം രൂക്ഷം. CPIM വനം വകുപ്പ് ചെക്ക് പോസ്റ്റിലേക്ക് മാർച്ച് നടത്തി. കഞ്ചാവ് ഉപയോഗിക്കവേ ഓപ്പറേഷൻ തൂഫാനിൽ 7 പേർ പോലീസിന്റെ പിടിയിൽ. മറ്റൊരു യുവാവിൽ നിന്ന് 0.1714 ഗ്രാം MDMAയും പിടികൂടി. 6 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അകമ്പാടം ആറക്കോട് സ്വദേശി അജിത്താണ് പിടിയിലായത്. അമരമ്പലം ഗാന്ധിപ്പടിയിൽ വീടിന്റെ ചുമർ തുരന്ന് മോഷണ ശ്രമം. ഗാന്ധിപ്പടി ഉള്ളാട് സ്വദേശി ചൊള്ളപ്ര ഉണ്ണിഹാസൻ എന്നയാളുടെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതവൽക്കരണവും ശുചിത്വവും ലക്ഷ്യമാക്കി മേഖലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം പൊട്ടി വീണ് ഓട്ടോറിക്ഷ തകർന്നു. നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. വഴിക്കടവ് ആനമറയിൽ കാട്ടാന ശല്യം രൂക്ഷം. CPIM വനം വകുപ്പ് ചെക്ക് പോസ്റ്റിലേക്ക് മാർച്ച് നടത്തി. വീട്ടിലെ ഭക്ഷണ സാധനങ്ങളും പാത്രങ്ങളും നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാനകൾ നിരന്തരം ഭീതി പരത്തുകയാണ്. വഴിക്കടവ് ചെക്ക് പോസ്റ്റിലേക്ക് നടത്തിയ മാർച്ച് ലോക്കൽ സെക്രട്ടറി ഷറഫുദ്ദീൻ മണിമൂലി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MT അലി, PC നാഗൻ, VT ഫൈറൂസ്, ബിൻഷാദ് വഴിക്കടവ്, ഈന്തൻ മുള്ളൻ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. കഞ്ചാവ് ഉപയോഗിക്കവേ ഓപ്പറേഷൻ തൂഫാനിൽ 7 പേർ പോലീസിന്റെ പിടിയിൽ. മറ്റൊരു യുവാവിൽ നിന്ന് 0.1714 ഗ്രാം MDMAയും പിടികൂടി. SI CP ജാബിറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഓടായിക്കൽ പാലത്തിന് സമീപത്ത് നിന്ന് 3 പേരെ പിടികൂടി. ഓടായിക്കൽ ടർഫിന് സമീപം വെച്ച് 4 പേർ കൂടി പിടിയിലായി. പ്രതികളിൽ നിന്നും ചെറുപൊതികളിൽ കഞ്ചാവ്, വലിക്കുവാനുള്ള സാധനങ്ങൾ എന്നിവ കിട്ടി. അർദ്ധരാത്രി പുളിക്കലൊടിയിൽ വെച്ച് MDMAയുമായി മമ്പാട് ചെമ്പംകാട് സ്വദേശി 34-കാരനെ അറസ്റ്റ് ചെയ്തു. മൊത്തം 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. N അജിത്, ഷൌക്കത്ത് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. 6 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അകമ്പാടം ആറങ്കോട് സ്വദേശി അജിത്താണ് അരുവാക്കോട് വെച്ച് പിടിയിലായത്. മദ്യം കൊണ്ടുവരികയായിരുന്ന സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ, പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എബിൻ, സണ്ണി, രാകേഷ് ചന്ദ്രൻ, ജയൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അമരമ്പലം ഗാന്ധിപ്പടിയിൽ വീടിന്റെ ചുമർ തുരന്ന് മോഷണ ശ്രമം. ഗാന്ധിപ്പടി ഉള്ളാട് സ്വദേശി ചൊള്ളപ്ര ഉണ്ണിഹാസൻ എന്നയാളുടെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. വീടിന്റെ പുറകുവശത്ത് ചുമരിൽ വലിയ ദ്വാരമുണ്ടാക്കിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വീട്ടുകാർ ചെന്നൈയിലുള്ള മകളുടെ അടുത്തേക്ക് പോയതായിരുന്നു. വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അരി, പൊടിവർഗ്ഗങ്ങൾ അടക്കമുള്ള എല്ലാ സാധനങ്ങളും മറച്ചിട്ട നിലയിലാണ്. പ്രദേശത്ത് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും വീട് പൂട്ടിപ്പോകുന്നവർ കൃത്യമായ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്നും പോലീസ് പറഞ്ഞു. പൂക്കോട്ടുപാടം പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി വരികയാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതവൽക്കരണവും ശുചിത്വവും ലക്ഷ്യമാക്കി KSRTCയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടത്തും. പരിസ്ഥിതി വാരാചരണ പരിപാടി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുസ്തഫ കളത്തുംപടിക്കൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ബിനു VS, ചാനൽ കൺട്രോൾ ഇൻസ്പെക്ടർ ഷാജി, സൂപ്രണ്ട് അനിത A, സംഘടനാ നേതാക്കളായ ET ഗംഗാധരൻ, P അഷ്റഫ്, സൂപ്രണ്ട് ആദം സാലിഹ് എന്നിവർ സംസാരിച്ചു. KSRTC ഡിപ്പോ പരിസരത്ത് വൃക്ഷത്തൈ നട്ട് മുസ്തഫ കളത്തുംപടിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബസിന്റെ ജനലിലൂടെ പുറത്തേക്ക് പ്ലാസ്റ്റിക് ഉപയോഗ വലിച്ചെറിയുന്ന രീതി അവർക്ക് അവയർനെസ് കൊടുക്കേണ്ടത്. ഇവിടെ അതേപോലെ തന്നെ വയലിലേക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്ന കാര്യങ്ങൾ അതുകൂടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒഴിഞ്ഞ കോണുകൾ നമ്മുടെ പരിസ്ഥിതിയിൽ മരങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴിഞ്ഞ കോണുകൾ അതുപോലെ തന്നെ യാത്രക്കാരൊക്കെ തടലേക്കാൻ പറ്റുന്ന മരങ്ങളും കൂടി വെച്ച്
ഓരോ ഘട്ടത്തിൽ നിർത്തും. ഞാൻ ഇപ്പോൾ ചെക്കിയോട് പറയുക, ഞാൻ ബസ് സർവീസ് നടത്തുന്ന ആളും കൂടിയാണ്. നിലമ്പൂർ കിടക്കുന്നതിനുള്ളിൽ 30 വർഷത്തോളമായി ബസ് സർവീസ് നടത്താണ്. ഞാൻ ബസ് സർവീസ് നടത്തുമ്പോൾ തന്നെ ബസ്സിന്റെ ഇരുഭാഗത്തും മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി പ്ലാസ്റ്റിക് വർജിക്കും ഭൂമിയെ രക്ഷിക്കുന്നു. അതുപോലെ ആഗോളതാപനം മരമാണ് മറുപടി, മഴ പ്രകൃതിയുടെ സുഹൃത്തും കരുതൽ ജല നാണയക്കായി തുടങ്ങിയ പരിസ്ഥിതി സന്ദേശം ദീർഘകാലമായി പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ്. വാരാചരണത്തിന്റെ ഭാഗമായി ജീവനക്കാർക്ക് ബോധവൽക്കരണം, പൂന്തോട്ട നിർമ്മാണം, പരിപാലനവും ബസ് വാഷിംഗ്, ഡിപ്പോ പരിസരത്തെ കടയുടമകൾക്കും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ബസിന്റെ ജനാലിലൂടെ പുറത്തേക്കെറിയുന്ന ശീലം ഉപേക്ഷിക്കുന്നതിന് യാത്രക്കാർക്കും ബോധവൽക്കരണം, ടോയ്ലറ്റ് വൃത്തിയാക്കൽ, വർക്ക്ഷോപ്പ് പരിസരം പ്ലാസ്റ്റിക് വിമുക്തമാക്കൽ എന്നിവയും ഹരിത വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സ്വതന്ത്ര കർഷക സംഘം SKS നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തക്കുന്ന് LP സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമൽ സെയ്തലവി പരിസ്ഥിതി സന്ദേശം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് SKS സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനമാകെ നടക്കുന്ന ഫലവൃക്ഷത്തൈ നടുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടത്. SKS മണ്ഡലം ട്രഷറർ കുഞ്ഞാലൻ ഹാജി, മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുംതാസ് ബാബു, കൌൺസിലർ റെജീന, സ്കൂൾ HM ജെർലി ജെറി, SKS വനിതാ വിംഗ് മുനിസിപ്പൽ സെക്രട്ടറി വാസിഫ, വൈസ് പ്രസിഡന്റ് റസിയ പുന്നക്കാടൻ, സ്കൂൾ PTA പ്രസിഡന്റ് ഇബ്നു സാദിഖ്, മറ്റ് ടീച്ചേഴ്സും വിദ്യാർത്ഥികളും പരിപാടിയിൽ സംബന്ധിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മമ്പാട് ഗ്രാമപഞ്ചായത്ത് താളിപ്പൊയിലിൽ പരിസ്ഥിതി ദിന സ്പെഷ്യൽ ഗ്രാമസഭയും പുതിയ MCFന്റെ ഉദ്ഘാടനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന സ്വാഗതം ആശംസിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു വർഷത്തേക്ക് അഡ്വാൻസായി 500 രൂപ യൂസർ ഫീ ഒരുമിച്ച് അടച്ചവർക്കുള്ള പ്രശംസാ പത്രവും കാർഡും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ PP ചടങ്ങിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടിക പ്രസിദ്ധീകരണത്തിലും കുറ്റമറ്റ രീതിയിൽ പരാതികൾക്കിടയില്ലാത്ത വണ്ണം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക അംഗീകാരം നേടിയ ഷാജി കാട്ടുമുണ്ടയെ ഭരണസമിതി ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരോജിനി ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ഷാജി, വാർഡ് മെമ്പർ PK നബീൽ, ബ്ലോക്ക് RP അജ്മൽ, CDS വൈസ് പ്രസിഡന്റ് ഷഫ്ന നജീബ്, MCF സെക്രട്ടറി ഉഷ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ U സിദ്ദീഖ് അലി, സാദിഖ് P, സമദ്, PT ബ്ലോക്ക് നജ ഹാരിസ്, അസിസ്റ്റന്റ് സെക്രട്ടറി PM സൻഷി എന്നിവരും പഞ്ചായത്ത് മെമ്പർമാരായ മുസ്തഫ നടുവക്കാട്, അഷ്റഫ് ടാണ, രജീഷ് U, സാജി കുഞ്ഞാറ്റ, അഫ്സൽ മുത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. RP VT നാസർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഡിവിഷൻ 2 കോവിലകത്ത് മുറിയിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. കോവിലകത്ത് മുറിയിലെ പൊതുശ്മശാനത്തിൽ ഫലവൃക്ഷങ്ങളും ചെടികളും തേക്കിൻ മരങ്ങളും നട്ടാണ് പരിസ്ഥിതി ദിനാഘോഷം നടത്തിയത്. ഡിവിഷൻ കൌൺസിലർ കൂടിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ യുണൈറ്റഡ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ, ശ്മശാന സംരക്ഷണ സമിതി അംഗങ്ങളായ PA വിജയകുമാർ, ഗിരീഷ് മോളൂർ മഠത്തിൽ, TP കൃഷ്ണകുമാർ, TP ഹരിദാസൻ, റിട്ടയർഡ് SI പരമേശ്വരൻ, റിട്ടയർഡ് റേഞ്ച് ഓഫീസർ ശശിധരൻ, രാമനാഥൻ, സുബ്രഹ്മണ്യൻ, മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം പാലാട് ഓർഫനേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. പ്രിൻസിപ്പാൾ ഷിജു വർക്കി ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റർ പ്രദർശനം, റോൾ പ്ലേ, തൈനടൽ, സന്ദേശം, പ്രതിജ്ഞ തുടങ്ങിയവ സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ അഷ്റഫ് C, അധ്യാപകരായ ഫൗലത്ത് AN, ശീതൾ അനുരാജ്, ദിൽഫ K, അമൃത M എന്നിവർ നേതൃത്വം നൽകി. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം പൊട്ടി വീണ് ഓട്ടോറിക്ഷ തകർന്നു. നിസാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു. കാട്ടുമുണ്ട അയ്യർവാലിൽ അഫ്സൽ ബാബുവാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇന്ന് 11:15 നിലമ്പൂർ കെനോലി പ്ലോട്ടിൽ കെയ്ൻസി റോഡിലാണ് സംഭവം. നിലമ്പൂരിൽ യാത്രക്കാരെ ഇറക്കി കാട്ടുമുണ്ടയിലേക്ക് മടങ്ങുമ്പോഴാണ് അഫ്സൽ ബാബു ഇരുന്ന ഭാഗത്തേക്ക് മരം പൊട്ടിവീണത്. ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് ഉൾപ്പെടെ തകർന്നു. നിലമ്പൂരിൽ കനത്ത മഴയും കാറ്റുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ കാറിന് മുകളിലേക്ക് മരം പൊട്ടി വീണ് കാർ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റിരുന്നു.
മലപ്പുറം ദേശീയപാത 66 കോഹിനൂരിൽ ഇന്നോവ കാർ നിർത്തിയിട്ട ലോറിയിലിടിച്ച് ദമ്പതികളടക്കം 3 പേർ മരിച്ചു. തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. രാത്രി 12 മണിക്കാണ് അപകടം. ഇന്ന് പുലർച്ചെ കനത്ത മഴയ്ക്കിടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ ലോറിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ഇവരെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. ചാലിയാർ പുഴയിൽ മീൻ പിടിക്കാൻ പോയ യുവാവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടവണ്ണ കല്ലിടുമ്പ് പൂവമണ്ണ് സ്വദേശി ഷാഹിനാണ് മരിച്ചത്. ഇദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും തിരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് രാത്രി 12 മണിയോടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ധന വില വർധനവ് പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് CPIM എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ BSNL ഓഫീസ് മാർച്ച് CPIM ജില്ലാ കമ്മിറ്റി അംഗം P. ഷബീർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം AT റെജി അധ്യക്ഷനായി. എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ സ്വാഗതവും M. സുകുമാരൻ നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.